ചക്ക കൊണ്ട് ഉണ്ടാക്കിയതാന്നേ തോന്നുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, NS കുക്കിംഗ് വീഡിയോസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക കട്ട്ലേറ്റ് ആണ്. അതിനുവേണ്ടി നമുക്കൊരു ചക്ക കട്ട് ചെയ്തെടുക്കാം. അധികം മൂപ്പില്ലാത്ത ചക്കയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കത് മുറിച്ച് നോക്കാം. ഇതധികം മൂപ്പില്ലാത്ത ചക്കയാണ്. ചക്ക ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം. പുറന്തോട് ഇങ്ങനെ ചെത്തി കളഞ്ഞാൽ മതി, കുഴിഞ്ഞെടുക്കണമെന്നില്ല. എന്നിട്ട് ഇതൊന്ന് വലുതായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഇത് അരിഞ്ഞിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുത്ത് മിക്സിയിലൊന്ന് ഒതുക്കിയെടുക്കാം. അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞൊന്ന് പുഴുങ്ങിയെടുത്താൽ മതി. നമുക്ക് ചക്ക മാത്രമല്ല കേട്ടോ കട്ട്ലേറ്റ്, ഇതുകൊണ്ട് ചക്ക, ചീര, പിണ്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മളെ ചക്ക ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതൊന്ന് അരിഞ്ഞെടുക്കാം നമുക്ക്. ഞാൻ പിണ്ടി, ചീര അങ്ങനെയുള്ള ഐറ്റമൊക്കെ വെച്ചിട്ട് ചെയ്ത് നോക്കിയതാണ്, നന്നായിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഈ ചക്കയും കൊണ്ട് ചെയ്യാൻ കാരണം. അപ്പോൾ നമ്മുടെ ചക്ക ഇത് ഏകദേശം അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് വേവിച്ചെടുക്കാം. ആ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് സവാള കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ അതിനിടയിൽ കിഴങ്ങ് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഈ സവാള നമുക്ക് കുരുകുരാന്ന് അരിയണം, അതായത് ഓംപ്ലേറ്റിൽ കട്ട് ചെയ്യൂലേ അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. തീരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം സവാള. അപ്പോൾ ഏകദേശം കിഴങ്ങ് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഇതുപോലെ സ്റ്റീലിൻ്റെ ഗ്ലാസ് വെച്ചിട്ടൊന്ന് ഉടച്ചാൽ മതി. നന്നായിട്ട് ശരിക്കും ആ ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ ഉടച്ച് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള ചെറുതായിട്ട് അരിഞ്ഞ് സവാള ഒന്ന് എണ്ണ ചൂടാക്കിയതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ നമ്മുടെ സവാള ഏകദേശം വഴറ്റി വന്നിട്ടുണ്ട്, നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയിട്ടിടാം. വെളുത്തുള്ളി കുറച്ചധികം നമ്മൾ ചേർത്തിട്ടുണ്ട് ചക്കയായിരുന്നുകൊണ്ട്. അപ്പോൾ കുറച്ച് വേപ്പല അതിലേക്ക് ഇടാം. പിന്നെ കുറച്ച് ഇടിച്ച മുളകുണ്ട്, ഉണക്കമുളക് പൊടിച്ചത്, അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് ശരിക്കും മിക്സ് ആയതിനു ശേഷം ഇഞ്ചിയുടെ ഒരു സ്മെല്ലൊക്കെ മാറി തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ കുറച്ച് ചേർത്തതാണ്. അപ്പോൾ ഇത്തിരി മുളക് പൊടി കുറച്ച് ചേർക്കാം. നമുക്ക് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കുറച്ച് ചിക്കൻ മസാല കുറച്ചിട്ടുണ്ട്. മല്ലിപ്പൊടി കുറച്ച് ചേർക്കാം. ഗരം മസാല കുറച്ചിടെയാണ്. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച ചക്ക ഇതിലേക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ചക്ക ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നമ്മൾ വേവിച്ച ചക്കയാണ്
ഉപ്പിട്ട് വേവിച്ചതാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇനി കിഴങ്ങ് നമുക്ക് ഇതിലേക്ക് ഇടാം, അല്ലെങ്കിൽ ഇത് ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് മിക്സ് ചെയ്താലും മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ ഇടാം. നമുക്ക് ഇതിൽ ഇട്ടിട്ടില്ല. കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്യണമെങ്കിൽ നന്നായിരിക്കും കേട്ടോ. നമുക്ക് മല്ലിയില ഇല്ല. അപ്പം ഇനി നമുക്കിതൊന്ന് കിഴങ്ങ് എല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. കിഴങ്ങ് കൂട്ടി മിക്സ് ചെയ്ത് വെച്ചേക്കണയാണ്. ഇനി ഇത് ചെറിയ ബോളുകളാക്കി ഇത് വെക്കണം. നമുക്ക് ഇത് മുക്കിയെടുക്കേണ്ടത് ബ്രെഡ് പൊടി അല്ലെങ്കിൽ മറ്റേതാണ്. ഇപ്പം അതേ ചെറിയ ബോളുകളാക്കി നമ്മൾ വച്ചിട്ടുണ്ട്. ഇനി കുറച്ച് മുട്ട മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മുട്ടയിൽ ഈ ഇതെടുത്തൊന്ന് മുക്കിയിട്ട് ബ്രെഡ് പൊടിച്ച് വെച്ചേക്കണയാണ്. അതിലൊന്ന് മുക്കിയെടുത്ത് വച്ചേക്കണയാണ്. നമുക്ക് ആ ബ്രെഡിന് പകരം എല്ലാവരും മറ്റേ റസ്ക് പൊടിയാണ് ഉപയോഗിക്കാറ്. ബ്രെഡ് പൊടിയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും കേട്ടോ. ബ്രെഡ് പൊടിച്ചെടുത്താൽ മതി. അതായിരിക്കും ബ്രെഡായിരിക്കും കുറച്ചും കൂടി നന്നായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് മിക്സ് ബ്രെഡ് പൊടിയിൽ മുക്കിയിട്ട് വെച്ച് ഇനി നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ചട്ടി ചൂടാറുണ്ട്. ഇനി ഓയിൽ ഒഴിച്ചൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഇതിടാം. ഓയിൽ ചൂടായതുകൊണ്ട് നമുക്കൊന്ന് വറുക്കാം. ഏകദേശം 8-10 ഇതിൽ വറുത്തെടുക്കാൻ പറ്റും കേട്ടോ. 1 കിലോ ഓയിലാണ് ഞാൻ ഒഴിച്ചത്. അതുപോലെ കിഴങ്ങ് നമ്മൾ 3 കിലോ കിഴങ്ങ് എടുത്തിട്ടുണ്ട്. മൊത്തം നമുക്കൊരു 100 കട്ട്ലേറ്റ് എടുത്ത് കിട്ടും. 3 കിലോ കിഴങ്ങ്, പിന്നെ അതിനുള്ള ചക്ക. സാധാരണ നമ്മൾ ഇതിനകത്തേക്ക് ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ ചേർക്കും. ഇതിപ്പോൾ നമ്മൾ അതൊന്നും ചേർത്തിട്ടില്ല. എടുക്കൊന്ന് നമ്മൾ ഒരു മറിച്ചിട്ട് കൊടുക്കണ്ട. ഒരു ബ്രൗൺ നിറമാകുമ്പോഴത്തേക്കും നമുക്ക് കോരിയെടുക്കാം. അധികം ടൈം എന്തായാലും ഇതിന് വരില്ല. നന്നായിട്ട് മുറിയിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. ചക്ക കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ കാര്യം നമ്മൾ വീട്ടിൽ ഒലത്തിയിട്ട് പിള്ളേരൊന്നും കഴിച്ചില്ല. അപ്പോൾ അങ്ങനെ ഭാര്യ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നന്നായിരുന്നു. അതുകൊണ്ടാണ് ചക്ക കട്ട്ലേറ്റ് ചെയ്യാൻ കാരണം. അപ്പോൾ ചക്ക കട്ട്ലേറ്റ് പോലെ തന്നെ പിണ്ടി ചീരയൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ ഏകദേശം ഇതൊരു 100-ന് ഇപ്പോൾ ഇവിടെ 2 കടയിലായിട്ട് നമ്മൾ കൊടുത്തായിരുന്നു കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ട്. നന്നായിരുന്നു. പിന്നെ കപ്പയും വെച്ച് ഉണ്ടാക്കാം കേട്ടോ. കപ്പ ഒക്കെ ചെയ്താലും നന്നായിരിക്കും. കട്ട്ലേറ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായില്ല, നോമ്പായതുകൊണ്ട്. അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ്. നമ്മൾ കൂടെ
അയൽവക്കത്തെ അബ്ദുൾ റസാഖ് ഉണ്ട്. നമുക്ക് റസാഖിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം കട്ട്ലറ്റിനെ കുറിച്ച്. എങ്ങനെയുണ്ട്? ഇത് ഭയങ്കര ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിക്കും കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെ ഉണ്ട്. എനിക്ക് പറഞ്ഞത് ഇത് ചക്ക കൊണ്ട് ഉണ്ടാക്കിയതാന്നാണ്, പക്ഷെ ചക്ക കൊണ്ട് ഉണ്ടാക്കിയതാന്നേ തോന്നുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ അപ്പോൾ ഇവിടെ ഇരുന്ന 2-3 കൂടി കഴിച്ചു. ഇപ്പോൾ അതേ 3-ാമത്തെ കഴിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.